നമ്മൾ ഈ കെമിക്കൽ കമ്പനീസ് എന്നൊക്കെ പറയില്ലേ, ഈ കെമിക്കൽ കമ്പനീസിൻ്റെ മാനുഫാക്ചറിങ് പ്ലാന്റ് ഇസ് പ്രോൺ ടു ആക്സിഡൻറ്റ്സ്. അത് ഈ ഫയർ എക്സ്പ്ലോഷനൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാവുന്നതാണ് ഈ കെമിക്കൽ കമ്പനീസ്. ഇപ്പോൾ കെമിക്കൽ കമ്പനീസൊക്കെ നമ്മൾ കണ്ണടച്ച് കയറി ഒരുപാട് അലോക്കേഷനൊക്കെ നമ്മുടെ പൈസ കൊടുക്കാൻ നേരത്ത് നമ്മൾ അതിനകത്തുള്ള റിസ്ക് ഈ പറയുന്ന പോലെ ബിസിനസ് റിസ്ക് മാത്രമല്ല, ബിസിനസ് റിസ്ക്കും മാനേജ്മെൻറ്റ് റിസ്ക്കും മാത്രമല്ല, കുറച്ച് ഹെൽത്തും ഹസാർഡസും ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. പൊല്യൂഷൻ്റെ ഇഷ്യൂ ഉണ്ട്, രണ്ടാമത് ഈ പറയുന്ന പോലെ ഫയറിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ള വളരെ സെൻസിറ്റീവാണ്. എനിക്ക് തന്നെ പണ്ട് ഞാൻ ഇതേപോലെ ഒരു കെമിക്കൽ കമ്പനി മേടിച്ചിട്ട് ആ കെമിക്കൽ കമ്പനിയുടെ ഫാക്ടറിക്ക് ഒരു തീപിടുത്തം ഉണ്ടായെന്ന് പറഞ്ഞാൽ അന്ന് 3-4 ദിവസം സ്റ്റോക്ക് ഭയങ്കര രീതിയിൽ ഡീറേറ്റ് ചെയ്ത് നല്ലൊരു ഫിനാൻഷ്യൽ ലോസ് എനിക്ക് സംഭവിച്ചാണ്. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഞാൻ കെമിക്കൽ കമ്പനീസിൽ മേടിക്കാറില്ല. കാര്യം കെമിക്കൽ കമ്പനീസിൽ ഇതേപോലത്തെ റിസ്ക്കുകൾ, അതായത് നമ്മുടെ കയ്യിലിരിക്കുന്നതല്ല, ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ കേൾക്കുന്ന ന്യൂസാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, കെമിക്കൽ കമ്പനീസ് മേടിച്ച് വച്ചാലേ പൈസ കിട്ടുള്ളൂ എന്നല്ലോ, ഇഷ്ടംമാതിരി കമ്പനികളെ നമുക്ക് റിട്ടേൺ കിട്ടുമല്ലോ. അങ്ങനെയാണ് എൻ്റെ വാച്ച് ലിസ്റ്റിൽ നിന്ന് കെമിക്കൽ സെക്ടർ തന്നെ ഞാൻ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള കാരണം. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസോ അല്ല. സാധാരണ നമ്മുടെ പ്രേക്ഷകർ അത് മേടിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ഇൻവെസ്റ്റിംഗ് ആയിട്ടുള്ള എൻ്റെ കരിയറിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ കഴിയുന്നത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും കെമിക്കൽ കമ്പനീസിനും ഞാൻ മാറി നിൽക്കാറുണ്ട്.